അടുത്ത നമുക്ക് റേ ഒപ്റ്റിക്സിന്റെ അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. നോക്കിക്കേ, റിഫ്രാക്ഷൻ ത്രൂ പ്രിസം. റിഫ്രാക്ഷൻ ത്രൂ പ്രിസം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. കാരണം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തും എന്തുകൊണ്ട് നമ്മുടെ പ്ലസ് ടുവിന്റെ ഫിസിക്സിന്റെ അവസാനത്തെ ബോർഡ് എക്സാമിന് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും എന്ത് കാണും? ഈ പ്രിസത്തിന്റെ ഡെറിവേഷനും പ്രിസത്തിനെ കുറിച്ചുള്ള ഒരു ചോദ്യമാണ്. 90% എന്തായിരിക്കും ഉറപ്പായിട്ടും കാണുന്ന ചോദ്യമാണ് എന്തെന്ന് പറയുന്നത്, പ്രിസം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് എന്ത് ചെയ്യണം, ഇത് പഠിച്ചത്. അപ്പൊ നമുക്ക് നോക്കാം റിഫ്രാക്ഷൻ ത്രൂ പ്രിസം എങ്ങനെയാണ്. ഒരു പ്രിസം ഞാൻ എന്ത് ചെയ്യും, ഇവിടെ കൺസിഡർ കേട്ടോ. ഇതാണ് എന്റെ പ്രിസം. നമ്മൾ ഇതിന്റെ കോൺസെപ്റ്റ് എന്ത് ചെയ്യണം, ക്ലിയർ ആണ്. എങ്കിൽ നമുക്ക് എന്തായിരിക്കും, ഭയങ്കര സിമ്പിൾ ആയിട്ട് ഇതെന്താ പ്രിസം. ഈ പ്രിസത്തിന്റെ ഈ ആംഗിൾ ഉണ്ടോ, ഞാൻ ആംഗിൾ എ എന്ന് പറയും കേട്ടോ. ആംഗിൾ എ. ഇതിനെയാണ് ഈ ആംഗിളിനെയാണ് ഞാൻ ആംഗിൾ ഓഫ് പ്രിസം എന്ന് വിളിക്കുന്നത് കേട്ടോ. ഇതിനെ എന്ത് ചെയ്യാൻ വിളിക്കും, ആംഗിൾ ഓഫ് പ്രിസം കേട്ടോ. ഇതാണ് എന്തെന്ന് പറയുന്നത്, ആംഗിൾ ഓഫ് പ്രിസം. ഇനി നോക്കിക്കേ, ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ലൈറ്റ് എന്ത് ചെയ്യും, ഈ പ്രിസത്തിലോട്ട് കേട്ടോ. ഒരു ലൈറ്റ് ഈ പ്രിസത്തിലോട്ട് വന്നിരിക്കും. അപ്പൊ നോക്കിക്കേ, ഇതെന്ത് മീഡിയം ആണ്, ഇത് നമ്മുടെ എയർ ആണ് അല്ലെ. ഇതെന്താ, എയർ ആണ്, ശരിയല്ലേ. ഇതെന്തുവാ, പ്രിസമാണ്. പ്രിസം എന്തുവാ, ഗ്ലാസ് ആണ് അല്ലെ. ഇതെന്താണ്, നമ്മുടെ ഗ്ലാസ് ആണ്, ശരിയല്ലേ. നോക്കിക്കേ, നമ്മുടെ ലൈറ്റ് എങ്ങനെ കടന്നു വരുന്നത്, എയറിൽ നിന്ന് എങ്ങോട്ട് പോവാണ്, ഗ്ലാസ്സിലോട്ട് പോവാണ് അല്ലെ. ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലോട്ട് പോവുകയാണ്. അപ്പൊ നോക്കിക്കേ, ഈ വീഡിയോ എന്താ, ലൈറ്റിനെ കടത്തി വിടുന്നതാണ്. അപ്പൊ എന്ത് സംഭവിക്കുന്നത്, റിഫ്രാക്ഷൻ സംഭവിക്കും. അപ്പൊ എന്ത് സംഭവിക്കും, റിഫ്രാക്ഷൻ സംഭവിക്കും. കാരണം എന്താ, ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലോട്ട് പോവാണ്. രണ്ടാമത്തെ വീഡിയോ എന്താണ്, രണ്ടാമത്തെ വീഡിയോ ലൈറ്റിനെ കടത്തി വിടുന്നതാണ്. അതുകൊണ്ട് തന്നെ റിഫ്രാക്ഷൻ സംഭവിക്കും. അപ്പൊ റിഫ്രാക്ഷൻ സംഭവിക്കുമെങ്കിൽ ഇതെന്തായിരിക്കും, നമ്മുടെ ഇത് ഇൻസിഡന്റ് റേ ആയിരിക്കും. ഇത് നമുക്കറിയാമല്ലോ, നോർമൽ ലൈൻ കാണും അല്ലെ. നോർമൽ ലൈൻ എങ്ങനെയായിരുന്നു, നോർമൽ ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സർഫസ് ഉണ്ടല്ലോ കേട്ടോ. ഇതാണ് നമ്മുടെ സർഫസ്. ഈ സർഫസിന് എങ്ങനെയായിരുന്നു, പെർപെൻഡിക്കുലർ ആയിരുന്നു അല്ലെ. നമ്മുടെ സർഫസിന് പെർപെൻഡിക്കുലർ ആയിരുന്നു എന്തെന്ന് പറയുന്നത്, നോർമൽ ലൈൻ. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഇതാണ് എന്റെ നോർമൽ കേട്ടോ. എന്റെ നോർമൽ കേട്ടോ. കാരണം എന്താ, നമ്മുടെ സർഫസ് ഇങ്ങനെ ഇരിക്കുമല്ലോ അല്ലെ. ഇതാണ് എന്റെ സർഫസ് എങ്കിൽ പെർപെൻഡിക്കുലർ എങ്ങനെ ആയിരിക്കും, നോർമൽ ലൈൻ എങ്ങനെ ആയിരിക്കും, ഇങ്ങനെ കണ്ടോ. ഈ സർഫസ് ഞാൻ എന്റെ അടുത്ത് കുറച്ച് തിരിച്ചു വെച്ചപ്പോ നോർമൽ ലൈൻ എങ്ങനെയായി, ഇങ്ങനെ കണ്ടോ. ഇതാണ് ഇവിടുത്തെ നോർമൽ ലൈൻ. എങ്കിൽ നോക്കിക്കേ, ഇത് നമ്മുടെ ഇൻസിഡന്റ് റേ അല്ലെ. ഇൻസിഡന്റ് റേ വരച്ചു, ഇത് നമ്മുടെ നോർമൽ ലൈൻ അല്ലെ. ഇനി അടുത്ത എന്തായിരിക്കും, ഇതെന്ത് ചെയ്യും, റിഫ്രാക്ട് ചെയ്യും. ഇതെന്ത് ചെയ്യും, റിഫ്രാക്ട് ചെയ്യും കണ്ടോ. ഇതാണ് നമ്മുടെ റിഫ്രാക്റ്റഡ്. അപ്പൊ നോക്കിക്കേ, എയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, റെയർ മീഡിയം ആണ്. ഗ്ലാസ് എന്താ, ഡെൻസർ മീഡിയം അല്ലെ. എയർ എന്താ, റെയർ മീഡിയം, ഗ്ലാസ് ഡെൻസർ മീഡിയം. അപ്പൊ മുമ്പേ നമ്മളൊരു ബോർഡ് പഠിച്ചിട്ടുണ്ട്, RDT അല്ലെ. എന്ന് വെച്ചാൽ റെയർ ടു ഡെൻസർ എന്തായിരിക്കും, ടുവേർഡ്സ് നോർമൽ. അതുകൊണ്ടാണ് നമ്മുടെ ലൈറ്റ് എന്ത് ചെയ്യുന്നതെന്ന് അറിയാം, ഇങ്ങോട്ട് ചരിഞ്ഞത് കേട്ടോ. ലൈറ്റ് റിഫ്രാക്ട് എങ്ങനെ ചെയ്യുന്നത്, ലൈറ്റ് ഇവിടെ വന്ന് ഇരിച്ചിട്ട് നമ്മുടെ കണ്ടോ, ലൈറ്റ് ഇങ്ങനെയല്ലേ പോകേണ്ടത്. ആ ലൈറ്റ് എങ്ങനെ റിഫ്രാക്ട് ചെയ്യുന്നത്, ടുവേർഡ്സ് നോർമൽ എന്ത് ചെയ്ത് റിഫ്രാക്ട് കേട്ടോ. ടുവേർഡ്സ് നോർമലോട്ട് റിഫ്രാക്ട്. എന്നിട്ട് എന്ത് ചെയ്യും, ഈ റിഫ്രാക്റ്റഡ് റേ ഇവിടെ പോയി കേട്ടോ. ഈ റിഫ്രാക്റ്റഡ് റേ എന്ത് ചെയ്യും, നേരെ ഇവിടെ ചെല്ലും കണ്ടില്ലേ. ഈ റിഫ്രാക്റ്റഡ് റേ അവിടെ ചെല്ലും. എന്നിട്ട് എന്ത് സംഭവിക്കും, എന്നിട്ട് അവിടെ നമുക്കറിയാം ലൈറ്റ് എങ്ങനെയാണ് പോകുന്നത്, ഗ്ലാസ്സിൽ നിന്ന് ലൈറ്റ് എങ്ങോട്ട് പോവുക, എയറിലോട്ട് പോകുക അല്ലെ. ഗ്ലാസ്സിൽ നിന്ന് എയറിലോട്ട് പോകുക എന്ന് പറഞ്ഞാൽ ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലോട്ട് എന്ത് ചെയ്യുക, ലൈറ്റ് കടന്നു പോകുക അല്ലെ. എയർ എന്താ, എയർ സെക്കൻഡ് മീഡിയം ആണ്. ആ സെക്കൻഡ് മീഡിയം എന്ത് ചെയ്യും, ലൈറ്റിനെ കടത്തി വിട്ടും അല്ലെ. ലൈറ്റിനെ എന്ത് ചെയ്യും, കടത്തി വിട്ടും. എങ്കിൽ ഉറപ്പായിട്ട് അവിടെ എന്തായിരിക്കും നടക്കുന്നത്, റിഫ്രാക്ഷൻ ആയിരിക്കും നടക്കുന്നത്. റിഫ്രാക്ഷൻ നടക്കുന്നെങ്കിൽ അവിടെ എന്ത് കാണും, ഉറപ്പായിട്ട് ഈ പോയിന്റ് ഓഫ് കോണ്ടാക്ട് എന്ത് കാണും, നോർമൽ ലൈൻ കാണും കേട്ടോ. അവിടെ എന്ത് കാണും, നോർമൽ ലൈൻ കണ്ടോ. കണ്ടോ, ഇവിടുത്തെ നോർമൽ കണ്ടില്ലേ. ഇനി എന്ത് ചെയ്യും, ഇത് റിഫ്രാക്ട് ചെയ്യും, ശരിയല്ലേ. ഇതെന്ത് ചെയ്യും, റിഫ്രാക്ട് ചെയ്യും. റിഫ്രാക്ട് ചെയ്യുന്ന എങ്ങനെ നോക്കിക്കേ കണ്ടോ, ഇങ്ങനെ റിഫ്രാക്ട് ചെയ്യും കണ്ടോ, ഇങ്ങനെ റിഫ്രാക്ട് കണ്ടില്ലേ. ഇത് നോക്കിക്കേ, ഇത് ഗ്ലാസ് ആയിരുന്നു, ഇത് എയർ ആയിരുന്നു. ഗ്ലാസ് എന്തുവാ, ഡെൻസർ മീഡിയം അല്ലേ. ഗ്ലാസ് എന്ത് മീഡിയം ആണ്, ഡെൻസർ മീഡിയം ആയിരുന്നു അല്ലെ. എയർ എന്ത് മീഡിയം ആണ്, എയർ റയർ മീഡിയം അല്ലെ. അപ്പൊ നമ്മളൊരു ബോർഡ് പഠിച്ചായിരുന്നു, DRA അല്ലെ.
എന്ന് വെച്ചാൽ ഡെൻസറിൽ നിന്ന് റെയറിലോട്ട് പോകുമ്പോൾ എന്തോ അവേ ഫ്രം ദ നോർമൽ, നോർമലിൽ നിന്ന് അവേ ആയിരിക്കും. നോക്കിക്കേ, ഇതാണ് നമ്മുടെ നോർമൽ, ശരിയല്ലേ? ആ നോർമലിൽ നിന്ന് എന്താ അവേ ആയിപ്പോയി കേട്ടോ. ആ നോർമലിൽ നിന്ന് ദൂരോട്ടാണ് നമ്മുടെ എന്ത് പോയത്, റേ പോയത്. അപ്പൊ ഇതാണ് പ്രിസത്തിൽ കൂടെ ലൈറ്റ് കടന്നു പോകുമ്പോൾ ലൈറ്റിന് സംഭവിക്കുന്ന ഏത് ട്രാൻസ്ഫോർമേഷൻ, പാത്തിനകത്ത് ലൈറ്റിന് സംഭവിക്കുന്ന ട്രാൻസ്ഫോർമേഷൻ കേട്ടോ. ലൈറ്റ് എങ്ങനെ കടന്നു പോയാണ്, ഇവിടെ വന്നിരിച്ച് ഇവിടെ എന്ത് സംഭവിച്ചു, ഒരു റിഫ്രാക്ഷൻ സംഭവിച്ചു അല്ലെ? ഈ പോയിന്റിൽ ഒരു റിഫ്രാക്ഷൻ സംഭവിച്ചു. കാരണം എന്താ, ഈ പോയിന്റിൽ എത്തുമ്പോൾ ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്ന് വേറെ മീഡിയത്തിലോട്ട് പോവുകയാണ്. അതുപോലെ തന്നെ ഈ പോയിന്റിൽ എത്തുമ്പോൾ എന്ത് സംഭവിക്കും, ലൈറ്റിന് റിഫ്രാക്ഷൻ സംഭവിക്കും. കാരണം എന്താ, ഇവിടെ ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്ന് വേറെ മീഡിയത്തിലോട്ട് പോവുക. അപ്പൊ എന്ത് സംഭവിക്കും, അപ്പൊ റിഫ്രാക്ഷൻ. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് നമ്മുടെ പ്രിസത്തിനകത്ത് ലൈറ്റ് എങ്ങനെയാ പോകുന്നതെന്ന് നമുക്ക് പഠിച്ചു അല്ലെ? ഇനി നമുക്ക് ഇതിന് ഓരോരോ പേര് കൊടുക്കാം, ഓരോരോ ആംഗിൾ. ഇപ്പൊ നോക്കിക്കേ, ഈ ആംഗിൾ കേട്ടോ, ഈ ആംഗിളിന് ഞാൻ ഐ എന്ന് കൊടുക്കും. ആംഗിൾ ഓഫ് ഇൻസിഡന്റ് ആയോ കേട്ടോ? ഈ ആംഗിൾ എന്താ, ഐ എന്ന് കൊടുക്കും. ഈ ആംഗിൾ കേട്ടോ, ഈ ആംഗിൾ കണ്ടില്ലേ? ഈ ആംഗിൾ എന്തുവാ, കാണണ്ട, നമ്മുടെ റിഫ്രാക്റ്റഡ് റേയും നോർമൽ ലൈനും തമ്മിലുള്ള ആംഗിൾ. അതിന് ഞാൻ എന്ത് കൊടുത്ത്, 6 വണ്ണം കൊടുത്തു കേട്ടോ. എന്നിട്ട് നോക്കിക്കേ, ഈ ആംഗിൾ ഉണ്ടോ, ഈ ആംഗിൾ ഇതെന്താ, ഇവിടുത്തെ ഇൻസിഡന്റ് റേ അല്ലെങ്കിൽ എന്താ ഇവിടെ വന്നിരിക്കുന്ന റേ, ആ നോർമൽ ലൈൻ കേട്ടോ. അത് തമ്മിലുള്ള ആംഗിൾ എന്തുവാ, R2 കണ്ടില്ലേ, R2. എന്നിട്ട് നോക്കിക്കേ, ഇവിടെ ഞാൻ എന്ത് കൊടുത്തു അറിയാം, ഇവിടെ ഞാൻ ഇ കൊടുത്തു. ഇവിടെ ഞാൻ എന്ത് കൊടുത്ത്, ഇ കൊടുത്തു. ആംഗിൾ ഓഫ് എമർജൻസി കേട്ടോ, ആംഗിൾ ഓഫ് എമർജൻസി കണ്ടില്ലേ കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ഡയഗ്രാം കേട്ടോ. ഡയഗ്രാമിനകത്ത് നമ്മൾ ഏതൊക്കെ ആംഗിൾ ഉണ്ട്, ആംഗിൾ എ കേട്ടോ, ഇത് ആംഗിൾ ഐ, ഇതെന്താ R1 കണ്ടില്ലേ, ഇതെന്താ R2, ഇതെന്താ ഇ, ശരിയല്ലേ? ഇനി നോക്കിക്കേ, ഇനി ഞാൻ എന്ത് ചെയ്യുന്നത്, ഇനി ഞാൻ ഇവിടെ ഒരു ആംഗിൾ കൊടുക്കും, ഇവിടെ ഒരു ആംഗിൾ, ഇവിടെ ഒരു പേര് കൊടുക്കും. ഈ പോയിന്റിൽ എന്ത് ചെയ്യും, ഞാനൊരു പേര് കൊടുക്കും. ആ പേരാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ എന്ന് പറയുന്ന ഒരു പേര് കൊടുക്കും കേട്ടോ. എന്താ ഈ പോയിന്റ് എന്തുവാ, അപ്പൊ ഇത്രയും ഞാൻ പേര് കൊടുക്കും. ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ. ആംഗിൾ ഓഫ് ഡീവിയേഷൻ കേട്ടോ, നമുക്ക് പഠിക്കാനുള്ളത് ആംഗിൾ ഓഫ് ഡീവിയേഷൻ. അപ്പൊ എന്താണ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഈ പ്രിസം ഇല്ലായിരുന്നെങ്കിൽ, ഇവിടെ ഈ പ്രിസം ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ ഈ ലൈറ്റ് കേട്ടോ, നമ്മുടെ ഈ വന്ന ലൈറ്റ് യഥാർത്ഥത്തിൽ എങ്ങനെ പോകേണ്ടതാ, നേരെ അങ്ങ് പോകേണ്ടതാ കണ്ടോ, ഇങ്ങനെ പോകേണ്ടതാ കണ്ടോ, യഥാർത്ഥം ശരിയല്ലേ? നമ്മുടെ ഈ പ്രിസം ഇല്ലായിരുന്നെങ്കിൽ ഈ ലൈറ്റ് എന്ത് ചെയ്യേണ്ടതായിരുന്നു, ഈ ലൈറ്റ് ഇങ്ങനെ അങ്ങ് നേരെ പോകേണ്ടതായിരുന്നു കേട്ടോ. ഇവിടെ പ്രിസം ഇല്ലായിരുന്നെങ്കിൽ ലൈറ്റ് എന്ത് ചെയ്യുന്നതിനെ ഇങ്ങനെ നേരെ പോയത്. പക്ഷെ ലൈറ്റ് എങ്ങനെയാ പോകുന്നത്, ലൈറ്റ് കണ്ട് ഇവിടെ വന്ന് ഇടിച്ചാണ് ഇങ്ങനെയാ പോകുന്നത് കേട്ടോ, ഈ ആംഗിളിലാ പോകുന്നത് കേട്ടോ. കണ്ടില്ലേ ലൈറ്റ് പോകുന്നത് കണ്ടോ, ലൈറ്റ് യഥാർത്ഥത്തിൽ ഇങ്ങനെ പോകേണ്ട ലൈറ്റ് ആണ് ഇങ്ങനെ ചരിഞ്ഞാ പോകുന്നത് കേട്ടോ. എത്ര ചരിഞ്ഞ് ഇത്രയും ചരിഞ്ഞ് കേട്ടോ, ഇത്രയും ആംഗിൾ ചരിഞ്ഞ് കേട്ടോ. എന്നുവെച്ചാൽ ഇത്രയും ആംഗിൾ ഡീവിയേറ്റ് ചെയ്ത് കേട്ടോ. ഇങ്ങനെ പോകേണ്ട ലൈറ്റ് ഇത്രയും ആംഗിൾ എന്ത് ചെയ്ത് ഡീവിയേറ്റ് ചെയ്ത് ഇങ്ങനെയാണ് പോകുന്നത് കേട്ടോ. ആ ഡീവിയേഷനാണ് പറയുന്ന പേരാണ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ. അതിനെ നമ്മൾ എന്ത് ചെയ്യും, സൂചിപ്പിക്കുന്നതാണ് ഡെൽ എന്ന് പറഞ്ഞ് സൂചിപ്പിക്കും. ഡെൽറ്റ എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും, സൂചിപ്പിക്കും കേട്ടോ. ഇതാണ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ. അപ്പൊ ആംഗിൾ ഓഫ് ഡീവിയേഷൻ എന്ന് വെച്ചാൽ എന്താ, നമ്മുടെ ലൈറ്റ് പ്രിസം ഇല്ലാത്ത ലൈറ്റ് ഇങ്ങനെ ആയിരുന്നു പോകുന്നത്. പക്ഷേ പ്രിസം ഉണ്ടായതുകൊണ്ട് ലൈറ്റ് എന്ത് ചെയ്ത്, ലൈറ്റ് ഇങ്ങനെ പോകേണ്ട ലൈറ്റ് കുറച്ചിങ്ങനെ ചരിഞ്ഞ് എന്ത് ചെയ്ത് കേട്ടോ, ഇത്രയും ഡീവിയേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ലൈറ്റ് ഇങ്ങനെ കണ്ടോ. ഇതാണ് നമ്മുടെ ആംഗിൾ ഓഫ് ഡീവിയേഷൻ. ഇനി നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നോക്കിക്കേ, നമ്മളിവിടെ ഒരു ഡെറിവേഷൻ ചെയ്യാൻ പോകും. അപ്പൊ അതെന്ത് ചെയ്യണം, നമ്മൾ ശ്രദ്ധിച്ചിരിക്കും. നോക്കിക്കേ, ഞാൻ എന്ത് ചെയ്യുന്ന അറിയാം, ആദ്യം ഒരു കോട്ടിലാണ് കൺസിഡർ ചെയ്യും. നോക്കിക്കേ, കോട്ടിലാണ് ഈ കോട്ടിലാണ് കേട്ടോ, ഈ കോട്ടിലാണ് കൺസിഡർ കണ്ടില്ലേ കണ്ടോ, ഈ കോട്ടിലാറ്റർ കൺസിഡർ. ഈ കോട്ടിലാറ്ററിന്റെ കണ്ടോ, ഈ കോട്ടിലാറ്ററിന്റെ
ഓപ്പോസിറ്റ് സൈഡ്സ് ആണ് എന്തെന്ന് പറയുന്നത്, ഈ ക്വാഡ്രിലാറ്ററലിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ആണ് എയും എൻ എന്നും പറയുന്നത് അല്ലെ. ഈ ക്വാഡ്രിലാറ്ററിന്റെ എന്താ ഓപ്പോസിറ്റ് സൈഡ്സ് എയും എൻ. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എന്നാണ്ട് ഇവിടെ പേര് കൊടുക്കാം ബി. ഈ പോയിന്റിന് ഞാൻ എന്ത് കൊടുത്തു, ബി എന്ന് കൊടുത്തു. ഈ പോയിന്റിന് ഞാൻ എന്ത് കൊടുത്തു, സി എന്ന് കൊടുത്തു കേട്ടോ. ഈ പോയിന്റിന് ഞാൻ എന്ത് കൊടുത്തു, സി. ഓക്കെ അല്ലേ. അപ്പൊ എ, ബി, സി, എൻ. ഓക്കെ അല്ലേ. ഇനി നോക്കിക്കേ, ഞാൻ എന്ത് ചെയ്യും, കൺസിഡർ ക്വാഡ്രിലാറ്ററൽ ഏതാ, എ ബി സി അല്ലെ. എ ബി സി അതിനകത്ത് നോക്കിക്കേ, എ ബി സി ആംഗിൾ എ പ്ലസ് ആംഗിൾ എൻ എന്തായിരിക്കും, 180 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ എ പ്ലസ് ആംഗിൾ എൻ എന്തായിരിക്കും, 180 ഡിഗ്രി ആയിരിക്കും. കാരണം എന്താ, ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് ക്വാഡ്രിലാറ്ററൽ. എന്താ പറയുന്നത് നമ്മൾ, ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് ക്വാഡ്രിലാറ്ററൽ കേട്ടോ. ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് ക്വാഡ്രിലാറ്ററൽ കണ്ടോ. അപ്പൊ നമ്മൾ ആദ്യം എന്ത് കഴിച്ച്, ഈ നമ്മുടെ എന്താ ക്വാഡ്രിലാറ്ററൽ കൺസിഡർ ചെയ്ത്, ആ ക്വാഡ്രിലാറ്ററലിനെ കൺസിഡർ ചെയ്തിട്ട് എന്തോ പറഞ്ഞു നമ്മള്, ആംഗിൾ എ പ്ലസ് ആംഗിൾ എൻ എന്താ 180 ഡിഗ്രി ആണ്. ഇനി ഞാൻ അടുത്ത് എന്ത് ചെയ്യുന്നു, ഞാനൊരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്നുണ്ട്, ബി സി എൻ കണ്ടോ. ഈ ട്രയാങ്കിൾ ഉണ്ടോ, ബി സി എൻ കൺസിഡർ ചെയ്യും. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, അടുത്ത ട്രയാങ്കിൾ ബി സി എൻ കണ്ടോ, ട്രയാങ്കിൾ അവിടെ എന്തായിരിക്കും, ട്രയാങ്കിൾ ബി സി എന്നകത്ത്, ആ ട്രയാങ്കിൾ ബി സി എന്നകത്തെ ആ 3 ആംഗിൾ കൂടെ കൂട്ടുമ്പോൾ എത്ര വരും, 180 ഡിഗ്രി വരും. ശരിയല്ലേ. ഈ ട്രയാങ്കിൾ ബി സി എൻ കേട്ടോ, ഇതാണ് നമ്മുടെ ട്രയാങ്കിൾ ബി സി എൻ. അതിനകത്ത് 3 ആംഗിൾസ് കൂടെ കൂട്ടുമ്പോൾ എത്ര വരും, 180 ഡിഗ്രി വരും. നോക്കിക്കേ, അതിന്റെ 3 ആംഗിൾസ് ഏതൊക്കെയാ, ഒരെണ്ണം R1, ഒരെണ്ണം എന്താ R2 പ്ലസ് n ഈസ് ഈക്വൽ ടു എന്ത് വരും, 180 ഡിഗ്രി വരും കേട്ടോ, 180 ഡിഗ്രി. ഇവിടെ നോക്കിക്കേ, ഈ രണ്ട് ഇക്വേഷൻ കൂടെ നോക്കിക്കേ, ഈ രണ്ട് ഇക്വേഷന്റെ ലെഫ്റ്റ് സൈഡ് ഈക്വൽ ആണ് കേട്ടോ. ഇതെന്തോ പറയും നമ്മള്, സം ഓഫ് ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ. സം ഓഫ് ആംഗിൾസ് ഓഫ് നമ്മൾ എന്ത് പറയും, ട്രയാങ്കിൾ കേട്ടോ. സം ഓഫ് ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ. ഇനി നോക്കിക്കേ, ഈ രണ്ട് സൈഡ്, ഈ രണ്ട് ഇക്വേഷന്റെ റൈറ്റ് സൈഡ് നോക്കിക്കേ, റൈറ്റ് സൈഡ് എന്താ, ഈക്വൽ ആണ്. ശരിയല്ലേ. അപ്പം ഈ രണ്ട് ഇക്വേഷനിലെയും റൈറ്റ് സൈഡ് ഈക്വൽ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, കമ്പയറിംഗ് ടു ഇക്വേഷൻസ് അല്ലെ. നമുക്ക് എന്ത് പറയാൻ പറ്റും, റൈറ്റ് സൈഡ് രണ്ടിന്റെ ഈക്വൽ ആണ്, അതുകൊണ്ട് ലെഫ്റ്റ് സൈഡ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ലെഫ്റ്റ് സൈഡ്സ് തമ്മിൽ എങ്ങനെ ആയിരിക്കും, ഈക്വൽ ആയിട്ട് ഉറപ്പായിരിക്കും അല്ലെ. ഉറപ്പായിട്ടും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഇവിടെ ആംഗിൾ കൊടുക്കും, നമ്മൾ എന്ത് പറയും, ആംഗിൾ എ പ്ലസ് ആംഗിൾ എൻ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, R1 പ്ലസ് R2 പ്ലസ് ആംഗിൾ എൻ കേട്ടോ. കാരണം എന്താ, ഈ രണ്ട് ഇക്വേഷനിലെ റൈറ്റ് സൈഡ് ഈക്വൽ അല്ലെ. ഇത് രണ്ടിന്റെ റൈറ്റ് സൈഡ് ഈക്വൽ. അതിന്റെ അർത്ഥം എന്താ, ഈ രണ്ടിന്റെ ഇക്വേഷന്റെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നത് തമ്മിൽ എങ്ങനെ ആയിരിക്കും, ഈക്വൽ ആയിരിക്കും. അപ്പൊ ആംഗിൾ എ പ്ലസ് ആംഗിൾ എൻ എന്തായിരിക്കും, R1 പ്ലസ് R2 പ്ലസ് ആംഗിൾ എൻ ഉറപ്പായി. ഇനി നമ്മൾ എന്ത് ചെയ്ത്, ഇവിടെ ആംഗിൾ എൻ ഉണ്ട്, ഇവിടെ ആംഗിൾ ഉണ്ട്, അത് തമ്മിൽ വെട്ടിപ്പോയി. എങ്കിൽ നമുക്ക് എന്ത് കിട്ടി, ആംഗിൾ എ ഈസ് ഈക്വൽ ടു R1 പ്ലസ് R2 കിട്ടി കേട്ടോ. ആംഗിൾ എ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി നമുക്ക്, R1 പ്ലസ് R2 കേട്ടോ. ഫസ്റ്റ് ഇക്വേഷൻ കേട്ടോ. നമ്മൾ എങ്ങനെയാ ചെയ്തത്, നമ്മൾ ആദ്യം എന്ത് ചെയ്ത്, ഒരു ക്വാഡ്രിലാറ്ററൽ എന്ത് ചെയ്ത് കൺസിഡർ ചെയ്തു കേട്ടോ. ഒരു ക്വാഡ്രിലാറ്ററൽ കൺസിഡർ ചെയ്തു. ശരിയല്ലേ. ആ ക്വാഡ്രിലാറ്ററൽ കൺസിഡർ ചെയ്തപ്പോൾ എന്ത് കിട്ടി നമുക്ക്, ആ ക്വാഡ്രിലാറ്ററൽ കൺസിഡർ ചെയ്തപ്പോ ആംഗിൾ എ പ്ലസ് ആംഗിൾ എൻ എന്തായി, 180 ഡിഗ്രി ആയി അല്ലെ. പിന്നെ എന്ത് ചെയ്ത്, നമ്മള് ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് അല്ലെ, ബി സി എൻ എന്ന് പറയും കൺസിഡർ ചെയ്ത്, അവിടെ നമ്മൾ എന്ത് ചെയ്ത്, അതിന്റെ 3 ആംഗിൾസിന്റെ സമ്മ് 180 ഡിഗ്രി ആണ് അല്ലെ. 3 ആംഗിൾസിന്റെ സമ്മ് എന്താ, 180 ഡിഗ്രി ആണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്ത്, അതിന്റെ തമ്മിൽ കമ്പയർ ചെയ്തപ്പോ റൈറ്റ് സൈഡ് ഈക്വൽ ആണ്, അതുകൊണ്ട് തന്നെ അതിന് ലെഫ്റ്റ് സൈഡ് ഈക്വൽ ആയിരിക്കും. അപ്പൊ എന്ത് സംഭവിച്ചു, നമുക്ക് ആംഗിൾ എ പ്ലസ് ആംഗിൾ എൻ ഈസ് ഈക്വൽ ടു R1 പ്ലസ് R2 പ്ലസ് ആംഗിൾ എൻ അല്ലെ. ഈ രണ്ട് ആംഗിളും അല്ലെ, അവിടെ ഇവിടെ എന്തുകൊണ്ട്, സെയിം പാരാമീറ്റർ തന്നെയാണ്. അപ്പൊ ആംഗിൾ എന്നും വെട്ടിപ്പോയി. ബാക്കി എന്ത് കിട്ടി നമുക്ക്, ആംഗിൾ എ ഈസ് ഈക്വൽ ടു R1 പ്ലസ് R2 എന്ന് പറയുന്ന ഇക്വേഷൻ. ഇനി നമുക്ക് കിട്ടിയ ഇക്വേഷൻ ആണ് എന്ത്, ആംഗിൾ എ ഈസ് ഈക്വൽ ടു അല്ലെ, ആംഗിൾ എ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി, R1 പ്ലസ് R2 കിട്ടി കേട്ടോ. ഇനി നമ്മൾ അടുത്ത എന്തോ ചെയ്യാൻ പറ്റും, അടുത്ത് നോക്കിക്കേ, ഞാൻ നോക്കിക്കേ, ഈ പോയിന്റിന് ഒരു പേര് കൊടുക്കും.
പോയിന്റ് എന്ത് ചെയ്യാം, ഞാനൊരു പേര് കൊടുക്കുകയാണ്. എന്ത് പേര് കൊടുക്കുക? എം എന്ന് പറയുന്ന പേര് കൊടുക്കുക. എന്നിട്ട് നോക്കണേ, ശരിക്കും എന്ത് ചെയ്യണം, ശ്രദ്ധിച്ചിരിക്കണം, എങ്കിലേ മനസ്സിലാക്കും. നോക്കിക്കേ, നമ്മുടെ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്, ഇതാണ് ഓപ്പോസിറ്റ് വെർട്ടെക്സ് ആംഗിൾ. കണ്ടോ, ഓപ്പോസിറ്റ് വെർട്ടെക്സ് ആംഗിൾ. ഓപ്പോസിറ്റ് വെർട്ടെക്സ് ആംഗിൾ എങ്ങനെയായിരിക്കും? ഈക്വൽ ആയിരിക്കും എന്ന് പഠിച്ചിട്ടുണ്ട്. കണ്ടോ, ഓപ്പോസിറ്റ് വെർട്ടെക്സ് ആംഗിൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതുപോലെ താണ്ടെ ഈ ഐയും കണ്ടോ, താണ്ടെ ഇത്രയും ആംഗിൾ കണ്ടോ, താണ്ടെ ഇത്രയും ആംഗിൾ കണ്ടില്ലേ, ഇത് തമ്മിൽ എങ്ങനെ ആയിരിക്കും? ഈക്വൽ ആയിരിക്കും. കണ്ടോ, ഈ ഐയും താണ്ടെ ഇത് തമ്മിൽ എങ്ങനെ ആയിരിക്കും? ഈക്വൽ ആയിരിക്കും. കണ്ടോ, ഇത് തമ്മിൽ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇത്രയും ആംഗിൾ എന്തായിരിക്കും? ഐ ആയിരിക്കും. കണ്ടോ, ഇത്രയും ആംഗിൾ എന്തായിരിക്കും? ഐ ആയിരിക്കും. കാരണം എന്താ? ഓപ്പോസിറ്റ് വെർട്ടെക്സ് ആംഗിൾ. എങ്ങനെ കിടക്കുക? നോക്കി, ഇങ്ങനെ കിടക്കുക. കണ്ടോ, കണ്ടോ, ഇങ്ങനെ കിടക്കും. കണ്ടോ, ശ്രദ്ധിക്കണം. കണ്ടോ, ഇങ്ങനെ ഒരു വര, ഇങ്ങനെ ഒരു വര. കണ്ടോ, ഈ ആംഗിളും ഈ ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ ഈ ആംഗിൾ ഫുൾ എത്ര? ഐ ആണ്. ഈ ആംഗിൾ ഫുൾ എത്ര? ഐ ആണ്. ആ ആംഗിളിന്റെ കുറച്ച് ഭാഗം എത്ര? R1 ആണ്. കണ്ടോ, ഇത്രയും ഭാഗം എത്ര? R1 ആണ്. ഇത് മുഴുവൻ എന്തായിരുന്നു? ഐ ആയിരുന്നു. കണ്ടോ, ഇത് മുഴുവൻ ഐ ആയിരുന്നു. പക്ഷെ അതിലെ കുറച്ച് ഭാഗം എത്ര? R1 ആണ്. അപ്പം ബാക്കി ഭാഗം എന്തായിരിക്കും? I മൈനസ് R1 ആയിരിക്കും. ശരിയല്ലേ? ബാക്കി ഭാഗം ഇത്രയും അല്ലെ, ബാക്കി ഭാഗം ഇത്രയും എന്തായിരിക്കും? I മൈനസ് R1. കണ്ടോ, ഇത് ഇത്രയും ഐ ആയിരുന്നു അല്ലെ, ഇത് ഫുൾ ഉറപ്പായിട്ടും എന്തായിരിക്കും? ഐ ആയിരിക്കും. പക്ഷെ ഈ ഭാഗം നമ്മൾ R1 എന്ന് നേരത്തെ പറഞ്ഞായിരുന്നു, അതുകൊണ്ട് ഈ ഭാഗം എന്തായിരിക്കും? I1 മൈനസ് R1 ആയിരിക്കും. അതുപോലെ തന്നെ ഇങ്ങോട്ട് നോക്കിക്കേ, ഇതാണ് ഈ ആംഗിള്. കണ്ടോ, ഈ ആംഗിൾ കൺസിഡർ ചെയ്തിട്ടുണ്ടോ? ഈ ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും അല്ലെ. ഞാൻ ഈ പറഞ്ഞത് തന്നെ. കണ്ടോ, ഇങ്ങനെ നടക്കും. ശരിയല്ലേ? അപ്പൊ നമ്മളതിനെ സങ്കല്പിക്കണം, അല്ലെങ്കിൽ അതിനെ നല്ലോണം എന്ത് ചെയ്യണം? ശ്രദ്ധിച്ചു നോക്കണം. കണ്ടോ, കണ്ടോ, ഇതാണ് നമ്മുടെ രണ്ട് ലൈൻ. കണ്ടോ, ഓപ്പോസിറ്റ് വെർട്ടെക്സ് ആംഗിൾ ആയി. ഇനി എന്ത് ചെയ്യും? ഈ ആംഗിളും എന്താ? സെയിം ആണ്. അപ്പൊ ഇതെന്തായിരിക്കും? ഇത് ഇ ആണ് അല്ലെ. ഈ ആംഗിൾ എന്താണ്? ഇ ആണ്. ഈ ആംഗിൾ ഫുൾ എന്താ? ഇ ആണ്. അതിനകത്ത് കുറച്ച് ഭാഗം എന്താ? R2 ആണ്. അപ്പൊ ഇതെന്തുമായിരിക്കും? ഇ മൈനസ് R2 ആയിരിക്കും. കേട്ടോ, ഇ മൈനസ് R2 ആയിരിക്കും. കേട്ടോ, അപ്പൊ ഇത്രയും നമുക്ക് കണ്ടില്ലേ? ഇ മൈനസ് R2 ആയിരിക്കും. ഇനി ഞാൻ എന്ത് ചെയ്യുന്നത്? ഞാൻ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യും. ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യും. ഏതാണെന്ന് നോക്കിക്കോണേ. ട്രയാങ്കിൾ എം ബി സി. കണ്ടോ, ട്രയാങ്കിൾ എം ബി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ കൺസിഡർ. കേട്ടോ, അത് ഏതാന്ന് നോക്കിക്കേ. ട്രയാങ്കിൾ എം ബി സി നോക്ക്, ഇതാണ് എന്റെ ട്രയാങ്കിൾ. കേട്ടോ, കണ്ടോ, ട്രയാങ്കിൾ എം ബി സി. കേട്ടോ, ഇതാണ് എന്റെ ട്രയാങ്കിൾ. കണ്ടോ, ട്രയാങ്കിൾ എം ബി സി. കണ്ടില്ലേ? ഇനി നോക്കിക്കേ, ഞാനത് ഇവിടെ ഒന്ന് എടുത്തു വരയ്ക്കാം. ട്രയാങ്കിൾ നോക്ക്. കണ്ടോ, എം ബി സി. കണ്ടോ, അതിനകത്തെ വേണ്ട ഈ ആംഗിൾ എന്തുവായിരുന്നു? ഈ ആംഗിൾ I മൈനസ് R1 ആണ്. കണ്ടോ, ഈ ആംഗിൾ എന്തുവാ? I മൈനസ് R1 ആയിരുന്നു. അടുത്ത ആംഗിൾ നോക്കിക്കേ. അടുത്ത ആംഗിൾ എന്തായിരുന്നു? E മൈനസ് R2 ആയിരുന്നു. കേട്ടോ, അടുത്ത ആംഗിൾ എന്തായിരുന്നു? E മൈനസ് R2 ആയിരുന്നു. ഇനി നോക്കിക്കേ, ഇതിന്റെ എക്സ്റ്റീരിയർ ആംഗിൾ അല്ലെ, ഈ എമ്മിനെ ഇങ്ങനെ വലിച്ചു നീട്ടി. കേട്ടോ, ഈ വലിച്ചു നീട്ടിയപ്പോഴാണ് നമ്മുടെ ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഇവിടെ കിടക്കുന്നത്. കേട്ടോ, ആംഗിൾ ഓഫ് കേട്ടോ. ഇനി നമ്മൾ മറ്റേ എന്തായിരുന്നു മിറർ ഫോമിലേക്ക് അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ? സം ഓഫ് ഇന്റീരിയർ ആംഗിൾസ് അല്ലെ, ഓപ്പോസിറ്റ് ഇന്റീരിയർ ആംഗിൾസ് എന്തായിരിക്കും? എക്സ്റ്റീരിയർ ആംഗിൾ ആയിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട്. കേട്ടോ, അപ്പം ഈ ട്രയാംഗിളിന്റെ എക്സ്റ്റീരിയർ ആംഗിൾ എന്താണ്? എക്സ്റ്റീരിയർ ആംഗിൾ ആണ് ഡെൽ എന്ന് പറയുന്നത് അല്ലെ. ഈ ട്രയാംഗിളിന്റെ എക്സ്റ്റീരിയർ ആംഗിൾ ആണ് എന്തെന്ന് പറയുന്നത്? ഡെൽ എന്ന് പറയുന്നത്. ആ ഡെൽ എന്തായിരിക്കും? ഈ ഓപ്പോസിറ്റ് ആയിട്ട് കിടക്കുന്ന ഇന്റീരിയർ ആംഗിൾസിന്റെ സം ആയിരിക്കും അല്ലെ. ഓപ്പോസിറ്റ് കിടക്കുന്ന ഇന്റീരിയർ ആംഗിൾസിന്റെ എന്തായിരിക്കും? സം ആയിരിക്കും അല്ലെ. അപ്പൊ ഡെൽ ഈസ് ഈക്വൽ ടു എന്താ നമുക്ക് പറയാം? I മൈനസ് R1 അല്ലെ പ്ലസ് E മൈനസ് R2 എന്ന് പറയാം. കണ്ടോ, I മൈനസ് R1 പ്ലസ് E മൈനസ് R2. ഇനി നോക്കിക്കേ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? നോക്ക്, ഞാനൊരു ചെറിയ ട്രാൻസ്ഫോർമേഷൻ നടത്തും. എന്താ? ഐയും ഇയും കൂടെ ഒരുമിച്ച് എഴുതും. എന്നിട്ട് R1 ഉം R2 കൂടെ ഒരുമിച്ച് എഴുതും. കേട്ടോ, മൈനസ് R1 മൈനസ്. എന്നിട്ട് എന്ത് ചെയ്യും? കണ്ടോ, I പ്ലസ് E. കണ്ടോ, ഈ മൈനസ് കോമൺ ആയിട്ട് എടുക്കും. ബാക്കി എന്ത് വരും? R1 പ്ലസ് R2 വരും. കണ്ടില്ലേ? R1 പ്ലസ് R2 വരും. ഇനി R1 പ്ലസ് R2 എന്തായാലും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ആംഗിൾ അല്ലെ.
R1 plus R2 എന്തായിരുന്നു ആംഗിൾ. എന്ത് സംഭവിക്കും? ഞാൻ എന്ത് പറയും? ഞാൻ പറയും L is equal to I plus E minus angle A അല്ലെങ്കിൽ A എന്നും കൂടെ എഴുതിക്കും. വെറുതെ ആംഗിൾ ചേർക്കണ്ട, ആംഗിൾ ചേർക്കാതെ എഴുതിക്കോ, കുഴപ്പമില്ല. അപ്പൊ ഡെൽ എന്ത് കിട്ടും? ഡെൽ I plus E minus A കിട്ടും കേട്ടോ. അപ്പൊ നമ്മുടെ ആംഗിൾ ഓഫ് ഡീവിയേഷന്റെ ഇക്വേഷൻ കിട്ടി. ഏതാണ്? ഡെൽ ഈസ് ഈക്വൽ ടു I plus E minus A. ഇതാണ് എന്തെന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ഡീവിയേഷൻ കേട്ടോ. ഇത് നമ്മൾ എന്ത് പറയും? ആംഗിൾ ഓഫ് ഡീവിയേഷൻ. ഇനി നമുക്ക് എന്തൊക്കെ കിട്ടി? ആംഗിൾ ഓഫ് പ്രിസത്തിന്റെ ഇക്വേഷൻ കിട്ടി അല്ലെ? ആംഗിൾ ഓഫ് പ്രിസത്തിന്റെ ഇക്വേഷൻ കിട്ടി. ആംഗിൾ ഓഫ് ഡീവിയേഷൻ കിട്ടി അല്ലെ? ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഇൻ പ്രിസം കിട്ടി അല്ലെ? ആംഗിൾ ഓഫ് ഡീവിയേഷൻ, ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഇൻ പ്രിസം കേട്ടോ. ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഇൻ പ്രിസം. ഇനി നമ്മൾ അടുത്ത പഠിക്കാൻ പോവുകയാണ് ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ. ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ കേട്ടോ. മിനിമം ഡീവിയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഡീവിയേഷൻ, ആംഗിൾ ഓഫ് ഡീവിയേഷൻ. ഇത് ഏറ്റവും മിനിമം ആകുന്നത് എപ്പോഴാണ്? ഇത് ഏറ്റവും മിനിമം എന്ന് വെച്ചാൽ എന്താ? ഈ ഡീവിയേഷൻ വളരെ കുറവാകുന്നത് എപ്പോഴാണ്? അതിനൊരു കണ്ടീഷൻ ഉണ്ട്, മിനിമം ഡീവിയേഷൻ. മിനിമം ഡീവിയേഷന്റെ കണ്ടീഷൻ ആണ് നമ്മുടെ ഈ R1 ഉം R2 എന്തായിരിക്കും? സെയിം ആയിരിക്കും. R1 ഉം R2 എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതുപോലെ തന്നെ ഐയും ഇയും എന്തായിരിക്കും? സെയിം ആയിരിക്കും കേട്ടോ. ഇതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇതിന് നമ്മൾ ആംഗിൾ ഓഫ് എമർജൻസ് എന്ന് പറയും കേട്ടോ. ഇതിന് എന്താ പറയും? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ്. ഇതെന്താണ്? ആംഗിൾ ഓഫ് എമർജൻസ് ആയിരിക്കും. ഇത് തമ്മിൽ എങ്ങനെ ആയിരിക്കും? ഐയും ഇയും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. എമർജൻസി ഒന്നും പഠിക്കണ്ട, നമ്മൾ എന്ത് പഠിച്ചാൽ മതി? ഐയും ഇയും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ R1 ഉം R2 എന്തായിരിക്കും? സെയിം ആയിരിക്കും. R1 ഉം R2 എന്തായിരിക്കും? സെയിം കേട്ടോ. അപ്പൊ നമ്മള് ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ ഡീവിയേഷൻ ഏറ്റവും മിനിമം ആകുന്ന കണ്ടീഷൻ. അത് എപ്പോഴാണ് ആവുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? when R1 is equal to R2 and I is equal to E, the angle of minimum deviation will happen. ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് ഡെറിവേഷൻ ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ. നമുക്ക് എന്തൊക്കെ കിട്ടി? രണ്ട് ഇക്വേഷൻ കിട്ടി അല്ലേ? രണ്ട് ഇക്വേഷൻ കിട്ടി. ഏതൊക്കെയായിരുന്നു? ആംഗിൾ ഓഫ് പ്രിസത്തിന്റെ, ആംഗിൾ ഓഫ് ഡീവിയേഷൻ അല്ലേ? ആംഗിൾ ഓഫ് പ്രിസം എന്തായിരുന്നു? R1 plus R2. അതുപോലെ ആംഗിൾ ഓഫ് ഡീവിയേഷൻ എന്തായിരുന്നു? I plus E minus A അല്ലേ? ഇത് രണ്ടും കൂടെ ഇനി നമ്മൾ ചെയ്യാൻ പോവുകയാണ്. നോക്കിക്കേ, ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ ആണെങ്കിൽ, ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ ആണെങ്കിൽ അറ്റ് മിനിമം ഡീവിയേഷൻ അല്ലേ? മിനിമം ഡീവിയേഷൻ എങ്ങനെ ആയിരിക്കും? R1 is equal to R2 ആയിരിക്കും അല്ലേ? R1 is equal to എന്തായിരിക്കും? R2 ആയിരിക്കും. അപ്പൊ എന്താ പറയാ? നമുക്ക് A is equal to R1 is equal to R2 നെ ഞാൻ R എന്ന് വിളിക്കും കേട്ടോ. ഇതിനെ ഞാൻ എന്ത് വിളിക്കുക? R കണ്ടോ? രണ്ടിനെ എന്ത് വിളിച്ചു? R എന്ന് വിളിച്ചു. അപ്പൊ R plus R അല്ലെ? R plus R is equal to എന്ത് വരും? 2R കേട്ടോ. A is equal to എന്ത് വരും? 2R. ഇവിടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? R കണ്ടുപിടിക്കാം. R is equal to എന്തായിരിക്കും? A by 2 ആയിരിക്കും അല്ലെ? R is equal to എന്തായിരിക്കും? A by 2 കേട്ടോ. R is equal to എന്തായിരിക്കും? ഇനി നോക്ക്, ഈ മിനിമം ഡീവിയേഷനിൽ I is equal to എന്തായിരിക്കും? E ആയിരിക്കും അല്ലെ? I is equal to എന്തായിരിക്കും? E ആയിരിക്കും. അതുകൊണ്ട് ഈ ഇക്വേഷനിൽ ഞാൻ മിനിമം ഡീവിയേഷൻ ആണ് അല്ല, നമ്മുടെ സാധാ ഡീവിയേഷൻ അല്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഡെൽ എം എന്ന് എഴുതും. കാരണം എന്താ? മിനിമം ഡീവിയേഷൻ ആണ്. അപ്പൊ ഡെൽ എം is equal to I plus E ക്ക് ഞാൻ എന്ത് കൊടുക്കും? I എന്ന് കൊടുക്കും. കാരണം മിനിമം ഡീവിയേഷനിൽ I is equal to എന്താ? E ആണ്. അപ്പൊ E ക്ക് എന്ത് കൊടുക്കും? I എന്ന് കൊടുക്കും. I plus I മൈനസ് എന്തായിരിക്കും? A കണ്ടോ? മൈനസ്. ഇനി നോക്കിക്കേ, I plus I എന്താ? 2I മൈനസ് കണ്ടോ? 2I. ഇവിടെ നോക്കിക്കേ, ഇവിടുന്ന് ഈ മൈനസ് എ അപ്പുറത്തോട്ട് പോകും. എന്ത് പറ്റും? ഡെൽ എം പ്ലസ് എ ഇസ് ഈക്വൽ ടു എന്ത് വരും? 2I കേട്ടോ. ഇനി നോക്കിക്കേ, ഡെൽ എം പ്ലസ് എ ഹോൾ ഡിവൈഡ് ബൈ 2 ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? I കേട്ടോ. ഹോൾ ഡിവൈഡ് ബൈ 2 ഇസ് ഈക്വൽ ടു I. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? ഇനി ഞാൻ ഈ പ്രിസത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, നമുക്കറിയാം റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു അല്ലെ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ ഇക്വേഷൻ എങ്ങനെയായിരുന്നു? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇസ് ഈക്വൽ ടു sin I by എന്തായിരുന്നു? sin R ആയിരുന്നു അല്ലെ? sin I by sin R എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ടായിരുന്നു അല്ലെ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇസ് എന്താ? sin I by sin R. ഇവിടെ നോക്കിക്കേ, നമുക്ക് I ഉണ്ട്, നമുക്ക് പിന്നെ എന്തുകൊണ്ട് R ഉണ്ട്. ഞാൻ എന്ത് ചെയ്യും? ആ I ക്കും R നും എന്ത് ചെയ്യും? വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പൊ എന്ത് പറ്റും നോക്കിക്കേ, sin I യുടെ വാല്യൂ എന്താ? I യുടെ വാല്യൂ del m plus a whole divided by 2 കണ്ടോ? whole divided by 2
ഡിവൈഡ് ബൈ സൈൻ ആറിന് എന്ത് കിട്ടും? സാറിന് ആറിന് എന്ത് വാല്യൂ കിട്ടും? a by 2 കിട്ടും. സാറിന് ആറിന് എന്ത് കിട്ടും? a by 2 കേട്ടോ, a by 2 കണ്ടല്ലേ. അപ്പൊ n = എന്ത് കിട്ടി? സൈൻ ഓഫ് ln plus a whole divided by 2 whole divided by sin a by 2. ഇതാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എന്ത് പറയാം നമുക്ക്? പ്രിസം എന്ന് പറയാം കേട്ടോ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് പ്രിസം. അപ്പൊ ഇത്രയാണ് നമ്മുടെ ആംഗിൾ ഓഫ് പ്രിസത്തിന്റെ ഡെറിവേഷൻ. ഇതെന്ത് ചെയ്യും? ഇതൊരു 90% മുകളിൽ എന്തായിരിക്കും? ഉറപ്പായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാം.